എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ വീട്ടിൽ നമ്മുടെ രോഹിത്തും ശാലിനിയും അവിടുന്ന് അവരോട് അടിയൊക്കെ കൂടി രോഹിത്തിനോട് അടിയൊക്കെ കൂടി ഇറങ്ങുന്ന രംഗങ്ങളാണ് തുടങ്ങുന്നത് തന്നെ. അങ്ങനെ രോഹിത്ത് ശ്യാമയും കൊണ്ട് പുറപ്പെടുകയാണ്. അപ്പോൾ ശ്യാമയ്ക്ക് ആകെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ശ്യാമ കടന്നു പോകുന്നത്. അപ്പോൾ ശ്യാമ പറയുന്നു, എൻ്റെ ജീവിതമൊക്കെ പോയി, എനിക്ക് സ്വസ്ഥമായിട്ട് ഒരിടത്തിരിക്കണം, എന്നെ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിടാൻ പറയുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു, വേണ്ട വേണ്ട, വീട്ടിൽ തന്നെ പോകാം എന്ന് പറയുന്നു. അപ്പോൾ ശ്യാമ അത് കേൾക്കുന്നൊന്നുമില്ല. ശ്യാമ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ വീട്ടിലാണെങ്കിൽ, വിഷ്ണുവിൻ്റെ വീട്ടിലാണെങ്കിൽ നമ്മുടെ സത്യഭാമയാണെങ്കിൽ സത്യഭാമയുടെ സ്വർണം മുഴുവൻ എടുത്ത് വിൽക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ പിള്ളയോട് പറയുന്നു, ഇതെല്ലാം പോയി വിറ്റിട്ട് ഇതിൻ്റെ പൈസ വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ള പറയുന്നു, അയ്യോ ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ മേഡത്തെ ഇങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല, എൻ്റെ മനസ്സിൽ മേഡത്തിൻ്റെ ഒരു രൂപമുണ്ട്, അത് എനിക്ക് മായ്ച്ച് കളയാൻ പറ്റത്തില്ല, അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് വിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ പൊന്നിയോട് പറയുന്നു. അപ്പോൾ പൊന്നിയും കരഞ്ഞ് അകത്തേക്ക് ഓടുകയാണ്. അപ്പോൾ രാഘവൻ പറയുന്നു, ഇവരുടെ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു, നമ്മൾക്ക് ഇവർക്ക് പകരം കൊടുക്കാനൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് രാഘവൻ നായർ പറയുന്നു, നീ ഇഷ്ടപ്പെട്ട് വാങ്ങിയ സ്വർണ്ണങ്ങളല്ലേ ഇതൊക്കെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ രാഘവൻ നായർ പിള്ളയോട് പറയുന്നുണ്ട്, ശാലിനിയെ പോയി കാണണമെന്ന്. അങ്ങനെ പിള്ള ശാലിനിയെ പോയി കാണുകയാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. രാഘവൻ നായരെ കാണാൻ പറ്റുമെങ്കിൽ കാണണമെന്ന് പറഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ ശാലിനി പറയുന്നു, അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ മതിയെന്ന് പിള്ള പറയുന്നു. അപ്പോൾ ശാലിനി പറയുന്നു, അത് വേണ്ട, പോയി തന്നെ കാണാം, ഞാൻ പോയി കണ്ടോളാം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. പിന്നീട് വീണ്ടും നമ്മുടെ വിഷ്ണു ശ്യാമയെ അമ്പലത്തിൻ്റെ അവിടെ ഇറക്കി വിടുകയാണ്. അവൾ ശരിക്കും അവളാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത്. അങ്ങനെ വിഷ്ണു ഇറക്കി വിട്ടിട്ട് പോവുകയാണ്. വൈകുന്നേരമായിട്ടും നമ്മുടെ ശ്യാമ വീട്ടിലെത്തുന്നില്ല. അപ്പോൾ പപ്പിമോള് ചോദിക്കുന്നു, അമ്മ ഇതുവരെ വന്നില്ലല്ലോ എന്ന്. അപ്പോഴാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അങ്ങനെ എല്ലാവരും അന്വേഷിച്ച് അവളെ പോവുകയാണ്. ശാലിനിയും ഇത് കേട്ട് ആകെ ടെൻഷൻ അടിക്കുകയാണ്, അവൾ എവിടെ പോയി എന്നറിയുന്നത്. അങ്ങനെ ശ്യാമ നമ്മുടെ വീണ്ടും ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു രംഗങ്ങളിലൂടെയാണ്, ഒരു മുഹൂർത്തങ്ങളിലൂടെയാണ് എപ്പിസോഡ് കടന്നു പോകുന്നത്. അതുപോലെ ഇനി 2 ദിവസം മഹാ എപ്പിസോഡൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എപ്പിസോഡിനായി. അപ്പോൾ ഓക്കെ.